10 വർഷത്തെ ഭരണത്തിന്റെ കൊണം കൊണ്ട് പാർട്ടിയുടെ കഴുക്കോലൂരി. ഒരു കൂട്ടം ഗജ ഫ്രോഡുകളെ കൂട്ടി CM ഓഫീസ് നിഗൂഢ കേന്ദ്രമാക്കി. പാർട്ടിക്കാർക്കും അടുക്കാൻ കഴിയാത്ത വിധം കോർപ്പറേറ്റുകളുടെ തോളിൽ കൈയിട്ട് അവരുടെ കയ്യിൽ നിന്ന് കോടികൾ വാങ്ങി നക്കി ഒരു പ്രസ്ഥാനത്തെ കാൽ ചുവട്ടിലിട്ട് മെതിച്ചു. കുടുംബത്തോടെ കട്ടും മുടിച്ചും വിദേശത്ത് കോടാനുകോടികൾ പതുക്കി. അഹങ്കാരവും ധാർഷ്ട്യവും അഹമ്മതിയും കൊണ്ട് ജനത്തെ വെറുപ്പിച്ചു. മുച്ചൂടും മുടിച്ചാണ് പിണറായി ഇറങ്ങുന്നത്. ഇനി ഈ പാർട്ടിക്ക് ജനങ്ങളുടെ മുന്നിലേക്ക് ഇറങ്ങണമെങ്കിൽ ഒരു ശുദ്ധി കലശം വേണം. ആ മാരണം ഒരുത്തനാണ് എല്ലാം കൊണ്ടുപോയി തൊലച്ചത്. പിണറായിക്ക് നേരെ പാർട്ടിയിൽ വലിയ എതിർപ്പും പരസ്യ വിമർശനങ്ങളും ശക്തമാകുന്നു. തെക്കും വടക്കും തിരിഞ്ഞ് കൂട്ടയടി നടക്കുന്നു. അങ്ങ് വടക്കോട്ട് പിണറായി കൂട്ടർ ഇപ്പോഴും കപ്പിത്താൻ മഹിമ വാഴ്ത്തുകയാണ്. പിണറായിക്കെതിരെ പറഞ്ഞാൽ നാവരിയുമെന്ന്. എന്നാൽ വടക്കത്തെ പിണറായി എതിരാളികൾ അതിശക്ത വിമർശനം ചൊരിയുന്നു. നശിപ്പിച്ച് നാറാണക്കല്ലെടുപ്പിച്ചെന്ന് കടുത്ത വിമർശനം. തെക്കോട്ടുള്ള CPMകാരും പിണറായിയെ കടിച്ചു കീറുന്നു. VS-നെ വരെ പ്രായം പറഞ്ഞ് മാറ്റി നിർത്തിയിട്ട് 80 വയസ്സായിട്ടും പാർട്ടിക്കൊരു പിൻഗാമിയെ പ്രഖ്യാപിക്കാതെ പിണറായി ഏകാധിപത്യം. ഒരു പറ്റം നല്ല നേതാക്കളെ വെട്ടി നിരത്തി പാർട്ടിയുടെ അണ്ണാക്കിൽ മണ്ണ് വാരിയിട്ട് പിണറായി. പാർട്ടിക്കാരിൽ നിന്ന് ഇങ്ങനെ പച്ചയ്ക്ക് തെറിവിളി കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇരട്ടച്ചങ്കൻ. അതായത് തോൽവിയുടെ ഒരേ ഒരു കാരണക്കാരൻ പിണറായി വിജയനാണ് എന്ന് ഒരു കൂട്ടം നേതാക്കൾ ഇപ്പോൾ പറഞ്ഞു വെക്കുകയാണ്. അതായത് നേതാക്കൾക്ക് പോലും ഇപ്പോൾ ഒരു വിശ്വാസമില്ല ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കുമെന്ന്. അതുകൊണ്ട് തന്നെ പിണറായിക്ക് നേരെ അവർ ശാപവാക്കുകൾ ചൊരിയുന്നു. തോൽക്കട്ടെ, ഇക്കുറി പാർട്ടി തോൽക്കട്ടെ, അങ്ങനെ തോറ്റ് പാർട്ടി ജയിച്ചു വരട്ടെ. പക്ഷെ ഇതോടെ പിണറായിയുടെ പതനം, അതാണ് നേതാക്കന്മാർ ലക്ഷ്യം വെക്കുന്നത്. ഒരു കൂട്ടം നേതാക്കളുടെയും അണികളുടെയും ഒക്കെ ചർച്ച പിണറായി തോറ്റ് പാർട്ടി ജയിക്കണമെന്നാണ്. വേണം, പക്ഷെ ഇത് CPM ചോദിച്ചു മേടിച്ച അടികൂടിയാണ്. പ്രസ്ഥാനത്തെ ഒരു കുടുംബം കയ്യിലിട്ട് അമ്മാനമാടിയിട്ടും അഴിമതികൾ നടത്തിയിട്ടും ഒരക്ഷരം പ്രതികരിക്കാതെ വായിൽ പിരിവെട്ടി നിന്ന ഓരോ CPMകാരും തെറ്റുകാരാണ്. പിണറായി വിജയന്റെ ഏകാധിപത്യം തിരുത്താതെ മൗനം പാലിച്ച മുതിർന്ന നേതാക്കൾ തെറ്റുകാരാണ്. പിണറായിക്ക് കൂട്ടുനിന്ന് കൊടുത്ത് കിട്ടിയ നക്കാപ്പിച്ച വാങ്ങി കീശ വീർപ്പിച്ച ഓരോ നേതാക്കളും തെറ്റുകാരാണ്. എന്തൊക്കെയായിരുന്നു പിണറായി വിജയൻ? ഇന്ദ്രൻ, ചന്ദ്രൻ, സൂര്യൻ, കപ്പിത്താൻ, ക്യാപ്റ്റൻ, കാരണഭൂതൻ, വാഴ്ത്തുപാട്ട്, കുമ്മിയടി. ഈ പാർട്ടി ഇന്നേ വരെ ഇത്രത്തോളം അധപതിച്ചു പോയിട്ടില്ല. പിണറായി കാലത്ത് വ്യക്തി ആരാധനയും വ്യക്തി പൂജയും CPMന്റെ എല്ലാ മൂല്യങ്ങളും നിലപാടുകളും ചവിട്ടി മെതിച്ചു. ഇപ്പോൾ തോൽക്കുമെന്ന് ഏതാണ്ട് ഉറപ്പായപ്പോൾ പിണറായിയെ ചവിട്ടി പുറത്താക്കൂ എന്നാണ് കമ്മികൾ കൂട്ടത്തോടെ മുറവിളി ഉയർത്തുന്നത്. ഒരു പാർട്ടി സെക്രട്ടറി പിണറായിയുടെ അഴിമതികൾക്ക് കുട പിടിച്ചു കൊടുത്ത് കിട്ടിയതൊക്കെ വാങ്ങി അട്ടത്ത് വെച്ചു. ചുളിവിൽ ഭാര്യയ്ക്ക് ഒരു സീറ്റും ഒപ്പിച്ചു കൊടുത്തു. പാർട്ടിയുടെ ദേശീയ സെക്രട്ടറി MA ബേബി ഒരു റോളും ഇല്ലാതെ പിണറായി പറയുന്നതിനൊക്കെ തലകുലുക്കൽ. എതിർപ്പുകൾ ഉണ്ടെങ്കിലും പിണറായിക്കെതിരെ വിരൽ ചൂണ്ടാൻ പേടി. അങ്ങനെ പാർട്ടിക്കാർ ഒന്നടങ്കം പിണറായിക്ക് അടിമകളായി മാറിയ കാഴ്ചയാണ് ഈ 10 വർഷക്കാലം നമ്മൾ കണ്ടത്. വെറുതെയല്ല G സുധാകരനെ പോലെയുള്ള നേതാക്കൾ മടുത്ത് ഇറങ്ങിപ്പോയത്. പോയവരെല്ലാം പിണറായി വിജയന്റെ ഏകാധിപത്യത്തെ ശപിച്ചാണ് ഇറങ്ങിപ്പോയത്. തിരുത്താൻ ഒരുപാട് സമയമുണ്ടായിരുന്നു, പക്ഷേ പ്രതികരിക്കേണ്ടപ്പോൾ പ്രതികരിച്ചില്ല. ഇനി കതിരിന്മേൽ വളമിട്ടിട്ട് എന്ത് കാര്യമാണ്? കടുത്ത ഭയത്തിലാണ് CPM നേതാക്കൾ. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ അടി തന്നെ അവർക്ക് താങ്ങാൻ കഴിഞ്ഞിട്ടില്ല. അന്ന് അടിത്തറ ഉൾപ്പെടെയാണ് ഇളകിയത്. പഞ്ചായത്തുകളിൽ ഉൾപ്പെടെ CPM തോറ്റ് തുന്നം പാടിയത് നമ്മൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കണ്ടു കഴിഞ്ഞു. ഇക്കുറി പാർട്ടിയെ തെക്കോട്ടെടുക്കുമോ എന്നാണ് ഭീതി. CPMകാരെ മുഴുവൻ ഈ ഭീതി വേട്ടയാടുന്നു. ആകെ പച്ച തൊട്ട് നിൽക്കുന്നത് കേരളത്തിലാണ്. ഈ തുരുത്തും പോയാൽ സർവനാശം. പിണറായി വിജയൻ ഒരാൾ ഈ പാർട്ടിയെ നശിപ്പിച്ചു. ഒരു വഴിക്കൂടെ CPMന്റെ ഹിന്ദു വോട്ടുകൾ പിടിച്ച് BJP തലപൊക്കുന്നുണ്ട്. BJP ഇവിടെ കളം നിറഞ്ഞാൽ അതിന്റെ ഒരേ ഒരു ഉത്തരവാദികൾ CPM മാത്രമാണ്. കടുത്ത വെല്ലുവിളി നേരിടുകയാണ് ഇപ്പോൾ പാർട്ടി. പിണറായിക്ക് പകരം ഒരാളെ ഉയർത്തി കാണിക്കാൻ എന്തുകൊണ്ട് CPMന് കഴിഞ്ഞില്ല? പിൻഗാമിയെ പ്രഖ്യാപിക്കാതെ ഇനിയും പിണറായി എന്തിന് കടിച്ചു തൂങ്ങി കിടക്കണം? ഈ ചോദ്യങ്ങൾ പാർട്ടിക്കാർ തന്നെ ഇപ്പോൾ ഉയർത്തുന്നുണ്ട്. കടക്ക് പുറത്ത് വീട്ടിൽ പോയി ചോദിക്ക്. വിരട്ടലും കൊണ്ട് ഇനി ജനങ്ങളെ വെറുപ്പിക്കാൻ വന്നാൽ അവർ കൈവയ്ക്കുന്ന നിലയിലേക്ക് കാര്യങ്ങളെത്തും. ഇക്കുറി തോൽവിയാണെങ്കിൽ തിരിച്ചുവരവിന് നല്ല പണിയെടുക്കേണ്ടി വരും CPMന്റെ വോട്ട് ബാങ്കുകളൊക്കെ ഇളകിയിട്ടുണ്ട്. ഉറച്ച വോട്ടുകളിലൊക്കെ വിള്ളൽ സംഭവിച്ചിട്ടുണ്ട്. ഉറച്ച മണ്ഡലങ്ങളിൽ പ്രതീക്ഷയും നഷ്ടപ്പെടുന്നു.
അതായത് മുൻപൊക്കെ CPM ഒരു കണക്കുകൂട്ടൽ ഉണ്ടായിരുന്നു, ഈ മണ്ഡലത്തിൽ നമ്മളെ ജയിക്കൂ, ഇത്ര വോട്ടുകൾ നമുക്ക് കിട്ടും. പക്ഷേ ഈ ഒരു കണക്കുകൂട്ടൽ ഇക്കുറി ഇവർക്ക് അടപടലം പിഴയ്ക്കുകയാണ്. കാരണം വോട്ടുകൾ ഏതെല്ലാം വഴി പോകുമെന്ന് ഇവർക്ക് തന്നെ ഭയമാണ്. തറയിൽ കിടന്ന് ഇഴയുന്ന ഒരു ഗതികേടിലേക്ക് ഈ പ്രസ്ഥാനം എത്തിയെന്ന് വേണം പറയാൻ. ഈ മാരണത്തെ ചവിട്ടി പുറത്താക്കുന്ന അണികളിൽ ഒരു കൂട്ടർ മുറവിളി ഉയർത്തുമ്പോൾ എത്രത്തോളം അവർ പിണറായിസത്തെ എതിർക്കുന്നു എന്നുള്ളത് വ്യക്തമാകുകയാണ്. ഇതുവരെ വാഴ്ത്തുപാട്ട് പാടിയവരൊക്കെയാണ് ഇപ്പോൾ ശപിക്കുന്നത്. ഇരട്ടച്ചങ്കെന്ന് തള്ളി മറിച്ചവർ കൊട്ടത്തേങ്ങയെന്ന് ഇപ്പോൾ ആക്ഷേപിക്കുന്നു. തോൽവിയെങ്കിൽ നാണം കെട്ടായിരിക്കും പിണറായിക്ക് പടിയിറക്കം. ഒരു പിൻഗാമിയെങ്കിലും പിണറായിക്ക് പ്രഖ്യാപിക്കാമായിരുന്നു. അതൊന്നും ചെയ്യാതെ ഈ തെരഞ്ഞെടുപ്പിനെ വീണ്ടും സ്വന്തം തല സ്വന്തം ഫുൾ ഫിഗർ കൊണ്ട് നേരിടാൻ ഇറങ്ങിയിട്ട് തോൽവിയാണെങ്കിൽ പൂർണ്ണ ഉത്തരവാദിത്വം പിണറായി ഏറ്റെടുക്കേണ്ടി വരും. എല്ലാ തവണയും പിണറായി, അതായത് തോൽവിയാണ് സംഭവിക്കുന്നതെങ്കിൽ പിണറായി അതെല്ലാം മറ്റുള്ളവരുടെ തലയിൽ കൊണ്ടിടാനാണ് ശ്രമിക്കുന്നത്. താഴെ തട്ടിലെ പ്രവർത്തനം മോശമായതുകൊണ്ടാണ് മറ്റ് നേതാക്കളുടെയൊക്കെ തലയിലേക്ക് ഇതിന്റെ വിഴുപ്പ് കെട്ടിവെക്കാൻ ശ്രമിക്കും. പക്ഷെ ഇക്കുറി അതിന് സാധിക്കില്ല. കാരണം പിണറായിക്ക് നേരെ എതിർ ശബ്ദങ്ങൾ ഇപ്പോൾ ശക്തമായി ഉയർന്നു തുടങ്ങിയിട്ടുണ്ട്. പിണറായിയെ പച്ചയ്ക്ക് വിമർശിക്കുന്ന തരത്തിലേക്ക് ചില CPM നേതാക്കൾ രംഗത്ത് വന്നിട്ടുണ്ട്. അവർ പൊതുമധ്യത്തിൽ പിണറായിക്കെതിരെ വിമർശനങ്ങൾ ഉയർത്തുന്നുണ്ട്. എന്തായാലും പിണറായിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു നിർണായക തെരഞ്ഞെടുപ്പ് ഫലം തന്നെയാണ്. ഈ ഒരു തെരഞ്ഞെടുപ്പിന് ശേഷം പ്രതിപക്ഷത്താണെങ്കിൽ ഇനി പ്രതിപക്ഷ കസേര നോക്കുമോ എന്നും അറിയില്ല. അങ്ങനെയാണെങ്കിൽ കണ്ണൂരിലെ സഖാക്കൾ എല്ലാവരും കൂടി കൂടോടെ ഇളകി പിണറായിയെ തായ്ക്കണ്ടിയിൽ കൊണ്ട് കെട്ടിയിടുന്ന ഒരു ഗതികേടിലേക്ക് കാര്യങ്ങൾ എത്തും. കണക്കുകൂട്ടലുകൾ പിഴച്ചു നിൽക്കുകയാണ് CPM. 50ലേറെ മണ്ഡലങ്ങളിൽ ന്യൂനപക്ഷ ഏകീകരണം നടന്നതായി CPM വിലയിരുത്തുന്നു. സ്ഥാനാർത്ഥികളുടെ വ്യക്തിഗത മികവും ബന്ധങ്ങളും ഫലപ്രദമായ മണ്ഡലങ്ങളിൽ മാത്രമാണ് ഇതിനെ മറികടക്കാൻ കഴിയുക എന്നും CPM വിലയിരുത്തുന്നു. ന്യൂനപക്ഷ വോട്ടുകൾ വലിയ തോതിൽ UDFിലേക്ക് അടുത്തു എന്ന എക്സിറ്റ് പോൾ ഫലവുമായി യോജിക്കുന്ന വിലയിരുത്തലാണ് ഇത്. അതേസമയം ഭൂരിപക്ഷ സമുദായ വോട്ടുകളിൽ CPMന് അനുകൂലമായ നിലപാടുകൾ തുടരുമെന്നും CPM കണക്കുകൂട്ടുന്നു. നിഷേധ വോട്ടുകൾ CPM കണക്കുകൂട്ടുന്നില്ല. 12% BJP വോട്ടുകൾ വർദ്ധിച്ചത് അനുകൂലമാകുമെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. വടക്കൻ കേരളത്തിൽ ശക്തമായ മത്സരം നടക്കുമെങ്കിലും ജയിച്ചു കയറാനാകുമെന്ന പ്രതീക്ഷ നേതാക്കൾ വെച്ചുപുലർത്തുന്നുണ്ട്. അതേസമയം പുറത്തു വന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ നൽകുന്നത് തുടർ ഭരണത്തിന്റെ ശക്തമായ സൂചനകൾ എന്നാണ് LDF വിലയിരുത്തുന്നത്. ഭരണവിരുദ്ധ വികാരമില്ലെന്നും മുഖ്യമന്ത്രിയാകാൻ കൂടുതൽ യോഗ്യൻ പിണറായി ആണെന്നുമുള്ള ഫലങ്ങളിലാണ് CPM പ്രതീക്ഷ വയ്ക്കുന്നത്. സുരക്ഷിത സീറ്റുമായി വീണ്ടും അധികാരത്തിലെത്തുമെന്നാണ് ഈ ഘട്ടത്തിലും പിണറായി അനുകൂലികൾ ആവർത്തിക്കുന്നത്. എക്സിറ്റ് അല്ല ഇൻ തന്നെയെന്ന് ആവർത്തിക്കാൻ ഇടത് നേതൃത്വം നിരത്തുന്നത് പല കാരണങ്ങളാണ്. പുറത്തുവന്ന സർവേകളെല്ലാം പറയുന്നത് നേരിയ ഭൂരിപക്ഷത്തിൽ UDF അധികാരത്തിൽ വരുമെന്നാണ്. അതുതന്നെയാണ് ഇടത് പ്രതീക്ഷയെന്നും നേതാക്കൾ പറയുന്നു. ശക്തമായ ഭരണവിരുദ്ധ വികാരമില്ല. മുഖ്യമന്ത്രി ആരാകണം എന്ന ചോദ്യത്തിന് ഏറെ ആളുകളും പറയുന്നത് പിണറായി വിജയന്റെ പേരാണെന്ന് പിണറായി അനുഭാവികൾ പറയുന്നു. ഒരാശങ്കയും ഇല്ലെന്ന് മാത്രമല്ല, ഇടതുമുന്നണി അധികാരത്തിൽ വരുമെന്ന ഉറച്ച പ്രഖ്യാപനം കൂടിയാണ് സർവേ എന്ന് പൊതുവിലയിരുത്തലുണ്ടെന്നാണ് പിണറായി അനുകൂലികൾ വാദിക്കുന്നത്. പക്ഷേ പാർട്ടിയിലെ ഒരു കൂട്ടർ ശക്തമായി പറയുന്നുണ്ട് ഇക്കുറി തോൽക്കുമെന്ന്. തോൽക്കണമെന്ന് പറയുന്നവരും ഉണ്ട്. അതായത് പിണറായിയിൽ നിന്ന് പാർട്ടിയെ തിരിച്ചു പിടിക്കാനുള്ള ഒരു നീക്കമായിട്ടാണ് ഇതിനെ നേതാക്കൾ കാണുന്നത്. തെരഞ്ഞെടുപ്പിന് ശേഷവും 2021 സമാനമായ 100 സീറ്റ് അവകാശവാദമൊന്നും LDF കണക്കിലുണ്ടായിരുന്നില്ല. ന്യൂനപക്ഷ ഏകീകരണവും മതസാമുദായിക നിലപാടുമെല്ലാം സമ്മതിച്ചാലും അതൊരു സംസ്ഥാന വ്യാപക പ്രതിഭാസമെന്ന് ഇടതുമുന്നണി സമ്മതിക്കുന്നുമില്ല. 56 CPM MLA-മാരടക്കം സിറ്റിംഗ് സീറ്റുകളിലെ മത്സരവും സർക്കാരിന്റെ വികസന നേട്ടങ്ങളും എല്ലാം വിലയിരുത്തിയാണ് സുരക്ഷിത ഭരണം ഉറപ്പിക്കുന്ന സീറ്റ് കണക്ക് ഇടത് ക്യാമ്പുകൾ കണക്കുകൂട്ടുന്നത്.